വലതുവശം മുഴുവൻ അവർക്ക് ഒരു തരിപ്പും വേദനയും ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതെനിക്ക് ഈ മൂക്കിന് അടപ്പുണ്ടായിരുന്നു, ശ്വസിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ്. പിന്നെ അത്രയും ഭാഗം പെരുത്തിരിക്കുമായിരുന്നു. 2-3 ദിവസം കൊണ്ട് തന്നെ കുറയാനായിട്ട് ആരംഭിച്ചു. 5 ദിവസമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പം അവിടെ നാട്ടിൽ സ്കാൻ ചെയ്തപ്പം അത് മാറി. പല മുഴകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, അതിനെങ്ങനെയൊക്കെ ചികിത്സിക്കാം, ആയുർവേദ രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്നെൻ്റെ കൂടെയുള്ളത് ശോഭിതയാണ്. ശോഭിത കൊല്ലത്തുനിന്ന് വരുന്നു. അന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരുമ്പോൾ ഈ കണ്ണിൻ്റെ അവിടെയുള്ള ഒരു മുഴയുണ്ടായിരുന്നു അല്ലേ, പിന്നെ ഒന്നൊരു ബ്രസ്റ്റിലൊരു മുഴ, 2 മുഴകൾ ഉണ്ടായിരുന്നു. കണ്ണിലത്തെ മുഴയായിരുന്നു ഏറ്റവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു അല്ലെ. എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്? അതെനിക്ക് ഈ മൂക്കിന് അടപ്പുണ്ടായിരുന്നു, ശ്വസിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ്. പിന്നെ അത്രയും ഭാഗം പെരുത്തിരിക്കുമായിരുന്നു. പിന്നെ ഫുള്ള് കഴപ്പ്, കൈക്ക് ഒരു പെരുപ്പൊക്കെ ഉണ്ടായിരുന്നു, തലയ്ക്ക് ഫുള്ള് പെരുപ്പായിരുന്നു. പിന്നെ ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം വേദന, നല്ലപോലെ വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആ ട്രീറ്റ്മെന്റ് ഇവിടെ വന്ന് 5 ദിവസം കിടന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ കഷായം തുറന്ന് കഴിക്കുന്നുണ്ട്, പത്തിയൊക്കെ നോക്കുന്നുണ്ട്, ഇപ്പം ഭേദമുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ബ്രസ്റ്റില് മുഴയുണ്ടായിരുന്നു. FNAC ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ്, അതായത് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഇങ്ങോട്ട് വന്നത് അല്ലെ. ഓക്കെ, ഫൈബ്രോഅഡിനോമ എന്നാണ് നമ്മുടെ സ്കാനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് പറഞ്ഞപ്പോ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി 5 ദിവസത്തിനുള്ളിൽ ചെയ്തു. പിന്നെ വീണ്ടും സ്കാൻ ചെയ്ത് കഴിക്കപ്പോ മുഴയില്ല, കംപ്ലീറ്റ് മാറി അല്ലെ. അപ്പം 2 കാര്യമാണ് അല്ലെ, വളരെ പെട്ടെന്നാണ് അല്ലെ. ബ്രസ്റ്റിന്റെ മുഴയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു പോയ പോലെ തന്നെ 4 ദിവസം കൊണ്ട് ഇവിടെ പോകുമ്പോഴേക്കും മാറിയിരുന്നു. ഇവിടുന്ന് പോയപ്പം ഒരുവിധം വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പം അവിടെ നാട്ടിൽ സ്കാൻ ചെയ്തപ്പം അത് മാറി. അപ്പൊ ഇല്ലെന്നാ പറഞ്ഞത്. മാക്സിമം 1 മാസത്തിന്റെ ഉള്ളില് സാധനം ഇപ്പൊ നമുക്ക് തൊട്ട് നോക്കുമ്പോ കിട്ടുന്നില്ലല്ലോ, മുഴ കിട്ടുന്നില്ല. അന്ന് നല്ല തടിപ്പ് ഉണ്ടായിരുന്നു. അത് ആ തടിപ്പ് നമ്മള് ഇവിടെ ട്രീറ്റ്മെന്റിന്റെ 5 ദിവസം കൊണ്ടാണോ മാറിയത്, അത് പോയി കഴിഞ്ഞിട്ടും ഗ്രാജുവലി ആണോ കുറഞ്ഞത്? അല്ല, ഇവിടുന്ന് പോകുമ്പോഴേ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ചെറിയ വ്യത്യാസം, ഫുള്ളായിട്ട് മാറിയില്ല. പിന്നെ അവിടെ ചെന്ന് മരുന്നൊക്കെ കഴിച്ച് പിന്നെ ആ പൊടി അവിടെ തേക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാറിയത്. ഓക്കെ. ഇപ്പം ശോഭിത എന്ന് പറയുന്ന ഒരു പേഷ്യന്റില് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാക്സിലറി സൈനസിൽ ഉണ്ടാകുന്ന ഒരു മുഴയാണ്. ആ ഒരു മുഴ കാരണം നമുക്കറിയാം, കണ്ണിൻ്റെ താഴെ മുഴ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിലേക്ക് വലിയൊരു വേദന വരുന്നു, ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗം മുഴുവൻ, വലതുവശം മുഴുവൻ അവർക്ക് ഒരു തരിപ്പും വേദനയും ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നൊരു 3-4 ദിവസത്തെ ചികിത്സയാണ് നമ്മളതിന് ചെയ്തത്. അത് ചെയ്തപ്പോഴേക്ക് തന്നെ ആ കണ്ണിലേക്ക് ഉണ്ടായിരുന്ന ഒരു പ്രഷർ കുറയുകയും മൂക്ക് തുറക്കുകയും ആ വേദനയൊക്കെ, ഗണ്യമായിട്ടുണ്ടായിരുന്ന വേദനയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. മുഴയുടെ വലുപ്പം ഒന്ന് കുറഞ്ഞു, ഭയങ്കര വലുപ്പമായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു 2-3 ദിവസമായിട്ട് മുഴയുടെ വലിപ്പം കുറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അവർക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട്. അത് സ്കാൻ ചെയ്തപ്പോൾ ഫൈബ്രോഅഡിനോമ എന്നാണ് അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന മുഴയുടെ സ്വഭാവത്തെക്കുറിച്ച്. അപ്പം അങ്ങനെ ഒരു മുഴയുണ്ട്. അപ്പോൾ അവർ FNAC അല്ലെങ്കിൽ അത് ബയോപ്സിക്ക് വേണ്ടി ഡേറ്റ് കിട്ടി. അന്നാണ് ഇവിടെയും റൂം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ നേരെ ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതിനും ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളതും നോക്കാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ അവിടേക്കും കൂടി ബ്രസ്റ്റിലെ മുഴയ്ക്കും കൂടിയുള്ള ചികിത്സ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുഴയെ ഇല്ല എന്നുള്ള രീതിയിലുള്ള സ്കാൻ റിപ്പോർട്ട് നമുക്ക് കിട്ടി. അവർക്ക് പേഴ്സണലി അവർക്കും തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു മുഴ ഇല്ല എന്ന് അവർ നേരത്തെ നമ്മൾ കേട്ടു, ഇല്ല എന്നുള്ളത് അവരും സാക്ഷ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഒരുപാട് സ്ത്രീകൾ ബ്രസ്റ്റിലെ മുഴ കാരണം ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുമെന്നറിയാതെ, ചിലപ്പോൾ ഒരു ബിനൈൻ ട്യൂമർ ആയിരിക്കാം, നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ ആയിരിക്കും, ഇനി ഭാവിയിൽ അത് ക്യാൻസർ ആയാലോ എന്ന് പേടിച്ച് അത് മുഴ എടുത്ത് കളയുന്നു, അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഇത്തരത്തിലൊക്കെ ഒരുപാട് പേര് ബ്രസ്റ്റിലെ മുഴ കൊണ്ട് പേടിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളതൊരു വലിയൊരു സർജറിക്ക് പോകാൻ തന്നെ നമുക്ക് 1-2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ സമയം ഉണ്ടാവും.
അതിനു മുമ്പ് തന്നെ നമുക്ക് ആയുർവേദത്തിൽ വളരെ നിസ്സാര മരുന്നുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ നിസ്സാര മരുന്നുകൾ കൊണ്ട് തന്നെ ഈ മുഴ ഇപ്പോൾ ഈ ഒരു ലേഡി പറഞ്ഞതുപോലെ തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ കുറയാനായിട്ട് ആരംഭിച്ചു. ഇവിടെ 5 ദിവസമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ കണ്ണിൻ്റെ അവിടെയുള്ള മുഴയാണ് ചികിത്സിച്ചത്. അതിനുശേഷമാണ് ബ്രസ്റ്റിൻ്റെ 2 ദിവസം കൊണ്ട് തന്നെ ബ്രസ്റ്റിലെ മുഴയൊന്ന് ചെറുതായി 1 മാസം ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് സ്കാനിങ്ങിൽ ഒരു മുഴയില്ലാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് റിപ്പോർട്ട് കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പല മുഴകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സർജറി ചെയ്ത് നീക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പലതും നമ്മൾ കുഞ്ഞു മരുന്നുകൾ കൊണ്ട് നമുക്ക് അലിയിച്ച് കളയാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആർക്കെങ്കിലും ഒക്കെ ബ്രസ്റ്റിൽ മുഴയുണ്ട് അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മരുന്നുകൾ കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് നോക്കാം. ബ്രസ്റ്റിലെ മുഴകൾ തന്നെ പല സ്വഭാവമുള്ളതുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് ട്രൈ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ മുഴ ഇല്ലാതാക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു സർജറിയിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു കേസിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ മരുന്നുകൊണ്ട് മാത്രമല്ല അവരുടെ ഡയറ്റും കൂടി നമ്മൾ ശരിയാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡയറ്റും കൂടി ശരിയാക്കിക്കൊണ്ട് മാത്രമാണ് ഈ മുഴകളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഭക്ഷണ ക്രമീകരണം കൊണ്ടും ചെറിയ ചെറിയ ആയുർവേദ മരുന്നുകൾ കൊണ്ടും തന്നെ നമുക്ക് വലിയ പല രോഗങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.